ഹായ് ഫാസ്റ്റ് 1-2 ദിവസമായിട്ട് നമ്മൾ ഈ ജൂട്ടാട്ടിൽ നിന്ന് നമ്മളെ സ്റ്റുഡൻസിൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോയിരുന്നു. അപ്പം ചിക്ക്മാംഗ്ലൂർ അതുപോലെ തന്നെ കൂർഗൊക്കെ ഉള്ള രീതിയിലായിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ ആ ഒരു കാര്യങ്ങളും അതിൻ്റെ ഒരു പരിപാടികൾ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു ബേസിക്കലി. അപ്പം എനിക്കാണെങ്കിൽ വീഡിയോസ് 1-2 ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടുള്ള രീതിയിൽ വീഡിയോസ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താ സംഭവിച്ചാൽ അന്ന് ആ ഒരു ട്രിപ്പ് പോയാൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് നമ്മൾ ഷൂട്ടിനായിട്ട് വന്നതാണ്. ഏർലി മോർണിംഗ് തന്നെ ഷൂട്ടിനായിട്ട് വന്നതാണ്. ഞാനുണ്ട്, എൻ്റെ കൂടെ നവാസുണ്ട്. നവാസ് അവിടെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പം എന്തായിരുന്നു വെച്ചാൽ നമ്മളിങ്ങനെ അതിലുള്ള ട്രാവലിൻ്റെ ഇടയ്ക്ക് തന്നെ ഉണ്ടായിരുന്നതാണ് നമുക്കൊരു ജീപ്പിൽ ട്രക്കിങ് ഉണ്ടായിരുന്നു. അതായത് ജീപ്പിലൊരു സഫാരി പോലെ ഉണ്ടായിരുന്നു, ഓരോ സ്ഥലത്തേക്ക് ഓരോ സ്പോട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ നമ്മളെ കൊണ്ടുപോകുന്നത് കർണാടകത്തെ ഒരാളാണ്. അപ്പോൾ മൂപ്പർക്ക് കന്നഡ മാത്രമേ അറിയുള്ളൂ. നമുക്കാണെങ്കിൽ കന്നഡ മാത്രം, അതായത് കന്നഡ അറിയില്ല. നമുക്കിപ്പോൾ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ മൂപ്പരായിട്ട് സംസാരിക്കുന്നത്, അതായത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, മൂപ്പരോട് ഇപ്പോൾ എക്സാമ്പിൾ പറയാം, അടുത്ത സ്പോട്ട് എവിടാന്നുള്ളത് നമ്മൾ ചോദിക്കും. പക്ഷേ അതാണ് ചോദിച്ചതെന്ന് മൂപ്പർക്കും മനസ്സിലാവണില്ല. മൂപ്പരടുത്ത് പറയാൻ പോണത് എന്താന്ന് മനസ്സിലാവണില്ല. ചില ആൾക്കാർ നമ്മളെ വണ്ടിയില്ല, ഞാൻ കയറിയ വണ്ടിയില്ല, മറ്റു സാർമാരൊക്കെ കയറിയ വണ്ടിയിൽ ഉള്ളവർക്ക് കുറച്ചുകൂടി മലയാളം അറിയാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്ന അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ചിലതൊക്കെ നെക്സ്റ്റ് സ്പോട്ട് എന്നൊക്കെ പറയുമ്പോൾ നെക്സ്റ്റ് സ്പോട്ട് സെഡ് വളവ്, അങ്ങനെ സെഡ് ക്രോസോ സെഡ് സംതിങ് സെഡ് മൗണ്ടെയിൻ, അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങൾ ഓരോന്നും എന്താക്കുന്നുണ്ട്, അവർ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്ന സംഭവം, പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റ്ലി പ്രോപ്പർലി നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ലാംഗ്വേജ്. അപ്പോൾ ഓരോ ഏരിയയിൽ പോകുമ്പോൾ നമ്മൾ ഓരോ ലാംഗ്വേജ് അറിയണം. അത് ഞാനിങ്ങനെ ചിന്തിച്ചത് എന്താ സംഭവിച്ചാൽ, ഒന്നെങ്കിൽ നമുക്ക് എല്ലാ ലാംഗ്വേജും അറിയേണ്ട അവസ്ഥ ഉണ്ടാവണം, അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് 1-2 ലാംഗ്വേജസ് അറിയണം. അതായത് നമുക്കറിയുന്ന ലാംഗ്വേജസും കൂടി, ഇപ്പോൾ ഇംഗ്ലീഷ് അവർക്കും കൂടി അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്താക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേറൊരു എക്സാമ്പിൾ എന്താ വെച്ചാൽ, അത് കഴിഞ്ഞ് നമ്മളൊരു ഗോൾഡൻ ടെമ്പിളിൽ പോയി. അപ്പോൾ ഗോൾഡൻ ടെമ്പിളിൽ പോയപ്പം നമുക്ക് അവിടെ മറ്റേ പുറത്തുനിന്നുള്ള വൺ ഓഫ് ദ നേപ്പാൾ ആണെന്ന് തോന്നുന്നു, അല്ല ഏതോ ഫോറിനർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ സ്ഥലം ഞാൻ മറന്നുപോയി. അപ്പം അവരായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ നമുക്ക് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എവിടുന്നാണ് വരുന്നത്, എന്താ വരുന്നത്, എന്തൊക്കെ ചെയ്ത്, നിങ്ങളെവിടെയാണ്, എങ്ങനെയൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ ചെയ്ത്, ആ രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് മസ്റ്റാണ്. അത് ഒന്നെങ്കിൽ നമുക്കറിയണം, അല്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റുള്ള ആളെ അറിയണം. അപ്പോൾ മെയിൻലി സംഭവം ഇത്രയേ ഉള്ളൂ, വേ ഓഫ് നമ്മളെ സാധനം അപ്പുറത്തെത്തിക്കുക, അപ്പുറത്തുള്ള സാധനം ഇപ്പുറത്തെത്തിക്കുക എന്നല്ല. സോ നമ്മൾ ഫുള്ള് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് മൂപ്പർക്ക് മനസ്സിലാവണില്ല, ജീവിതത്തെ മൂപ്പർക്ക് മനസ്സിലാവണില്ല. മൂപ്പരെന്തൊക്കെയോ പറയുന്നുണ്ട്, മൂപ്പര് പാട്ടൊക്കെ പാടി, പക്ഷേ പാട്ടൊക്കെ നമ്മൾ കേൾക്കുകയല്ലാതെ നമുക്ക് എന്താന്ന് മനസ്സിലാവണമെന്നില്ല. അതുപോലെ തന്നെ മൂപ്പര് നമ്മൾ ചില കാര്യങ്ങൾ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ മൂപ്പരെന്തോ പറയണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ മൂപ്പർക്ക് മനസ്സിലായോന്നോ അല്ലെ മൂപ്പര് പറയുന്നത് നമുക്ക് മനസ്സിലായോന്നോ, രണ്ടാക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിഫറൻസ് ഉണ്ട്. ബട്ട് ട്രിപ്പ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ റിയലി ഗുഡ്, നൈസായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. സോ ആ ഒരു സംഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. സോ ബൈ.